നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ്. അതിനായി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. ഒരു മൊബൈൽ ഫോണും മൈക്കയും കയ്യിലുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത്. ഇതിനെതിരെ ഇപ്പോൾ ഒരു ഹൈക്കോടതി തന്നെ പരാമർശം നടത്തിയിരിക്കുകയാണ്. മൊബൈൽ ഫോണും മൈക്കയുമായി നടക്കുന്ന എല്ലാവരെയും മാധ്യമ പ്രവർത്തകരായി കണക്കാക്കാനാകില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. യാതൊരു മാധ്യമ പരിശീലനമോ ധാർമ്മിക ബോധമോ ഉത്തരവാദിത്വ ബോധമോ ഇല്ലാതെ പലരും മാധ്യമ പ്രവർത്തകരാണെന്ന് അവകാശപ്പെട്ട് പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായും കോടതി നിരീക്ഷിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തെ ബാധിക്കാത്ത രീതിയിൽ ഇത്തരം സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഇത്തരക്കാർ പലപ്പോഴും പൊതുജനങ്ങൾക്ക് ശല്യമായി മാറുന്നുവെന്നും സമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാറുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആവശ്യമായ മാനദണ്ഡങ്ങളോ ഉത്തരവാദിത്വ ബോധമോ ഇല്ലാതെ ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾക്കും അനാവശ്യ വിവാദങ്ങൾക്കും വഴിവെക്കാമെന്നും കോടതി വ്യക്തമാക്കി. അനധികൃതമായി ആരാധനാലയം നിർമ്മിച്ചെന്നാരോപിച്ച് വീഡിയോ ചിത്രീകരിച്ച യൂട്യൂബർമാർക്കെതിരെ ആൾക്കൂട്ട ആക്രമണം നടന്ന കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിനിടെയാണ് ഡൽഹി ഹൈക്കോടതി ഇക്കാര്യങ്ങൾ പരാമർശിച്ചത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം അർദ്ധരാത്രി നടക്കുന്നതിനാൽ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് നാളെ ജൂലൈ 20 തിങ്കളാഴ്ച സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അവധി നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായി വാർത്താക്കുറിപ്പിൽ പ്രസ്താവിച്ചു. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ആവേശകരമായ ലോകകപ്പ് ഫൈനൽ മത്സരം ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 12:30 ആരംഭിക്കുന്നത്. മത്സരം പുലർച്ചെ വരെ നീണ്ടു നിൽക്കുമെന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച കൃത്യസമയത്ത് സ്കൂളുകളിൽ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് തിങ്കളാഴ്ചത്തെ അധ്യയന ദിനം ഒഴിവാക്കണമെന്നാണ് വിദ്യാർത്ഥികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും അടക്കം ആവശ്യം ഉന്നയിച്ചിരുന്നത്. പിന്നാലെയാണ് സർക്കാരിന്റെ നീക്കം. അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം. സംസ്ഥാനത്ത് ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മസ്റ്ററിംഗിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പങ്കെടുത്തിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. സെപ്റ്റംബർ 30-ാം തീയതി വരെ സമയമുണ്ടെങ്കിലും എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ എല്ലാ ഗുണഭോക്താക്കളും തന്നെ ശ്രദ്ധിക്കണം. ബയോമെട്രിക് മസ്റ്ററിംഗിൽ പരാജയപ്പെടുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് തങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കിയും നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 25-ാം തീയതിക്ക് ശേഷം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നതാണ്. 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങുന്നത്. ആഗസ്റ്റ് മാസം 15-ാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.